My name is Surya KS. Now I am going to discuss about tenancy and the conflict between the interest of landowners and those of tenant. What is tenancy? Tenancy is a kind of ownership over the property. A tenant is someone who is permitted to occupy the property of another person by signing a lease or rental agreement. The rental agreement empowers the tenant in some ways but also restricts them from taking overall legal ownership of the property. അപ്പോൾ എന്താണ് ടെനൻസി എന്ന് പറയുന്നത്? ഒരു പ്രോപ്പർട്ടിക്ക് മേലുള്ള ഒരു തരം ഓണർഷിപ്പാണ് നമ്മൾ ടെനൻസി എന്ന് പറയുന്നത്. ഒരു റെൻ്റൽ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ച് മറ്റൊരു വ്യക്തിയുടെ സ്വത്ത് കൈവശപ്പെടുത്താൻ അനുവാദമുള്ള ഒരാളാണ് ടെനൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ടെനൻ്റ് എഗ്രിമെൻറ്റ് എന്താണ്, വസ്തുവിൻ്റെ മൊത്തത്തിലുള്ള നിയമപരമായിട്ടുള്ള ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നതിൽ നിന്നും അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൈൻഡ്സ് ഓഫ് ടെനൻസി ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലുള്ള പലതരത്തിലുള്ള tenancy. All the below mentioned tenancy agreements need to be registered. എന്താണ്, താഴെ കൊടുത്തിട്ടുള്ള എല്ലാ ടെനൻസി എഗ്രിമെൻറ്റ്സും എന്താണ്, രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ടെനൻറ്റ്. Statutory refers to that which is regulated by law. Such a tenant is protected against eviction. സ്റ്റാറ്റ്യൂട്ടറി, ആ വേർഡ് പോലെ തന്നെ എന്താണ്, നിയമപരമായ എന്നത് എന്താണ്, നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ടെനൻറ്റ് കുടിയൊഴിപ്പിക്കലിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ലെസ്സി, an individual or a corporation who has the right of use of something of value gained through a ലീസ് എഗ്രിമെൻറ്റ് വിത്ത് ദ റിയൽ ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അതായത് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമയുമായിട്ട് ഒരു ലീസ് എഗ്രിമെൻറ്റ് വഴി നേടിയിട്ടുള്ള മൂല്യമുള്ള തരത്തിലുള്ള എന്തെങ്കിലും ഉപയോഗിക്കാനായിട്ട് അവകാശമുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനാണ് ലെസ്സി എന്ന് പറയുന്നത്. ലൈസൻസി. ആസ് പെർ ദ ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്ട് 1882, എ ലൈസൻസ് ഈസ് ദാറ്റ് in which a person grants another or a group of people the right to do or continue to do or live in an immovable property of a period of time. അതായത് 1882 ഇന്ത്യൻ ഈസ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു വ്യക്തി മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കോ ഒരു സ്ഥാവര വസ്തുവിൽ, അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ തുടരാനോ അല്ലെങ്കിൽ അവിടെ ജീവിക്കാനോ ഉള്ള ഒരു അവകാശം നൽകുന്നതാണ് നമ്മൾ ലൈസൻസ് എന്നുകൊണ്ട് പറയുന്നത്. റൈറ്റ്സ് ഓഫ് എ ടെനൻറ്റ്. ദ റെൻറ്റ് കൺട്രോൾ ആക്ട് എസ്റ്റാബ്ലിഷസ് ദി റൈറ്റ്സ് ഓഫ് ടെനൻറ്റ്സ് ടു. By elaborating their rights and obligations, the Act protects their positions as a tenant. എന്താണ്, റെൻറ്റ് കൺട്രോൾ ആക്റ്റിൽ ടെനൻസിൻ്റെ അവകാശങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആ നിയമത്തിലൂടെ എന്താണ്, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. cannot be evicted unfairly, അതായത് അന്യായമായിട്ട് ഒഴിപ്പിക്കാനായിട്ട് സാധിക്കില്ല. unless the tenant has violated the clauses mentioned in the rental agreement, a landlord cannot legally evict them. അതായത് വാടക കരാറിൽ പറഞ്ഞിട്ടുള്ള, അതായത് റെൻ്റൽ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾ ടെനൻറ്റ് ലംഘിച്ചിട്ടില്ലെങ്കിൽ ഒരു ഭൂ ഉടമയ്ക്ക് അവരെ നിയമപരമായിട്ട് കുടിയൊഴിപ്പിക്കാനായിട്ട് സാധിക്കില്ല. റൈറ്റ് ടു പേ എ ഫെയർ റെൻറ്റ്, അതായത് ന്യായമായ വാടക നൽകാനുള്ള അവകാശം. ദ റെൻ്റൽ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ജനറലി അബൌട്ട് 8% to 10% of the property. Since there is no upper limit to how much rent can be demanded, landlords may fix it on their own or on the basis of existing rental rates. അതായത് ഒരു വസ്തുവിൻ്റെ വാടക മൂല്യം സാധാരണയായിട്ട് എന്താണ്, വസ്തുവിൻ്റെ ഏകദേശം ഒരു 8 to 10% ആണ്. എത്ര വാടക ആവശ്യപ്പെടാം എന്നതിന് ഉയർന്ന പരിധി ഇല്ലാത്തതുകൊണ്ട് ഭൂവുടമകൾക്കത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള വാടക നിരക്കുകളുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കാവുന്നതാണ്. റൈറ്റ് ടു എസെൻഷ്യൽ സർവീസസ്, അതായത് ആവശ്യ സേവനങ്ങൾക്കുള്ള അവകാശം. ബേസിക് അമ്യൂണിറ്റീസ് cannot be denied to the tenant. This includes the right to fresh water supply, ഇലക്ട്രിസിറ്റി എക്സെട്ര. അതായത് വാടകക്കാരന് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. ഇതിൽ ഫ്രഷ് വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി എക്സെട്ര തുടങ്ങിയവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ലാൻഡ് ലോഡ് ടെനൻറ്റ് ഡിസ്പ്യൂട്ട്സ്. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. These are disputes between landlords and tenant over rent payment, property damage, return of security deposit, repair and maintenance of facilities, etc. അതായത് റെൻറ്റ് പേയ്മെൻറ്റ്, അതേപോലെ പ്രോപ്പർട്ടി ഡാമേജ്, റിട്ടേൺ ഓഫ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഫെസിലിറ്റീസ് എക്സെട്ര എന്നിവയിലൊക്കെ ഭൂവുടമകളും വാടകക്കാരും തമ്മിലുള്ള തർക്കങ്ങളാണ് നമ്മൾ ലാൻഡ് ലോഡ് ടെനൻറ്റ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. Landlord-tenant disputes are an example of common complaints that can become intractable and flood courtrooms.
These disputes often become nasty because the tenant depends on a place to live and landlord depends on their rental income. ലാൻഡ് ലോഡ് ടെനൻറ്റ് ഡിസ്പ്യൂട്ട്സ്, അതായത് ഭൂവുടമ കുടിയാൻ തർക്കങ്ങൾ സാധാരണ പരാതികൾക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. അത് പരിഹരിക്കാനാകാത്തതും കോടതി മുറിയിൽ വലിയ ഓളം ഉണ്ടാക്കുന്നതുമാണ്. വാടകക്കാരൻ എന്താണ് താമസിക്കുന്ന സ്ഥലത്തെയും ഭൂവുടമ അവരുടെ വാടക വരുമാനത്തെയും ആശ്രയിക്കുന്നതുകൊണ്ട് ഈ തർക്കങ്ങൾ പലപ്പോഴും മോശമായിട്ട് മാറാറുണ്ട്. ഹൗ ടു ഹാൻഡിൽ ലാൻഡ് ലോഡ് ടെനൻറ്റ് ഡിസ്പ്യൂട്ട്സ്, അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഭൂവുടമകളും അതേപോലെ തന്നെ എന്താണ് കുടിയാന്മാരും തമ്മിലുള്ള തർക്കങ്ങൾ ഹാൻഡിൽ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. Practitioners argue that many landlord-tenant disputes can be avoided by open communication and both landlords and tenants knowing their rights and responsibilities. They suggest that the parties try not to assign blame and instead focus on negotiating a solution. They also recommended putting all complaints and agreements in writing. അതായത് പലതരത്തിലുള്ള ലാൻഡ് ലോഡ് ടെനൻറ്റ് ഡിസ്പ്യൂട്ട്സ്, അതായത് ഭൂവുടമ കുടിയാൻ തർക്കങ്ങളും എന്താണ് ഓപ്പണായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെ, അതായത് തുറന്ന ആശയവിനിമയത്തിലൂടെയും അതേപോലെ ഭൂവുടമകൾക്കും കുടിയാന്മാർക്കും അവരുടെ അവകാശങ്ങളും അതേപോലെ ഉത്തരവാദിത്തങ്ങളൊക്കെ അറിയുന്നതിലൂടെയും ഒഴിവാക്കാൻ കഴിയുന്നതാണ് ആര് ആർഗ്യൂ ചെയ്യണത്, പ്രാക്ടീഷണേഴ്സ് ആർഗ്യൂ ചെയ്യണത്. പാർട്ടികൾ തമ്മിൽ എന്താണ് കുറ്റപ്പെടുത്തൽ നടത്താതെ പരിഹാര ചർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. If the dispute continues, parties can go to the local housing agency, the local district attorney's office, or the local tenant association or rental housing association. There are community dispute resolution centers all over the country that will help to mediate landlord-tenant conflicts, often for free. In some places, mediation is required before going to court. അതായത് തർക്കം വീണ്ടും തുടരുകയാണെങ്കിൽ കക്ഷികൾക്ക് ലോക്കൽ ഹൗസിംഗ് ഏജൻസി, അതേപോലെ ലോക്കൽ ഡിസ്ട്രിക്ട് അറ്റോർണീസ് ഓഫീസ് അല്ലെങ്കിൽ ലോക്കൽ ടെനൻറ്റ് അസോസിയേഷൻ അല്ലെങ്കിൽ റെൻ്റൽ ഹൗസിംഗ് അസോസിയേഷൻ എന്നിവിടങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഭൂവുടമ കുടിയാൻ സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാനായിട്ട് സഹായിക്കുന്ന കമ്മ്യൂണിറ്റി ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റേഴ്സ് രാജ്യത്തുടനീളമുണ്ട്, പലപ്പോഴും സൗജന്യമായിട്ട് തന്നെ. ചില ഇടങ്ങളിൽ കോർട്ടിൽ പോകുന്നതിന് മുൻപ് തന്നെ മധ്യസ്ഥത ആവശ്യമായിട്ട് വരാറുണ്ട്.